നമസ്കാരം. ഹരിദ്വാറിലെ ഒരു സത്രത്തിൽ തലമുണ്ടനം ചെയ്ത് ശിഖ വെച്ച് പൂണൂല് പണിഞ്ഞ് രഹസ്യമായി താമസിച്ചിരുന്നു സഖാവ് പി കൃഷ്ണപിള്ള. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞവർ ചോദിച്ചു, എന്തിനീ പൂണൂലും കുടുമയും? അദ്ദേഹം പറഞ്ഞ മറുപടി, ധർമാലയത്തിൽ നിന്നും ചക്കാത്തിന് ശാപ്പാട് തരപ്പെടണമെങ്കിൽ ബ്രാഹ്മണനാകണം എന്നായിരുന്നു. ചന്തവിള മുരളി എഴുതിയ പി കൃഷ്ണപിള്ളയുടെ ജീവചരിത്രത്തിലാണ് ഈ പരാമർശം ഉള്ളത്. തരത്തിൽ ചാപ്പാടടിക്കാനാണ് പി കൃഷ്ണപിള്ള കുടുമയും പൂണൂലും ധരിച്ചതെങ്കിൽ പിണറായി വിജയൻ്റെ കാലത്തെ കമ്മ്യൂണിസം 4 വോട്ടിനും അധികാരം ഉറപ്പിക്കാനും വേണ്ടി രാശിപ്പലകയിൽ കബഡി നിരത്തിക്കും. കാവടിയെടുക്കും, കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകും. വേണമെങ്കിൽ ഉപനയനം നടത്തി ഗായത്രി മന്ത്രം ഉരുവിടും. വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ നിന്നും തത്വമസിയിലേക്കും ശരണം വിളിയിലേക്കുമാണ് അതിൻ്റെ പ്രയാണം. എം.എൻ. വിജയൻ മാഷും അഴീക്കോട് മാഷും പി ഗോവിന്ദപിള്ളയും ഒന്നും ഇല്ലാതെ പോയല്ലോ സഖാക്കളെ പാർട്ടിയുടെ ഈ പരിണാമം കാണാൻ. അച്ഛൻ ശബരിമലയിൽ പോയതിന് മകനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ പ്രസ്ഥാനമാണിത്. ഭരദേവതയ്ക്ക് പറ വഴിപാട് കൊടുത്തതിന് പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. അമ്പലം കത്തിയാൽ അന്ധവിശ്വാസം കുറയുമെന്ന് പറഞ്ഞ സഖാക്കളുടെ കാലമുണ്ട്. അമ്പലങ്ങൾ തകർത്ത് കപ്പകൃഷി നടത്തണമെന്ന് പറഞ്ഞ വിപ്ലവകാരികളുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂരിൽ പോയി ദർശനം നടത്തിയതിന് മറുപടി പറയിച്ച പാർട്ടിയാണിത്. വീട്ടിലിരുന്ന SUCI-കാരി ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി വേഷം മാറ്റിച്ച് ശബരിമലയിൽ കയറ്റി ആചാര ലംഘനം നടത്തിയ സർക്കാരാണിത്. ശബരിമലയിൽ തന്ത്രി വേണ്ടെന്നും വിശ്വാസികൾ പൂജ ചെയ്തുകൊള്ളുമെന്നും പറഞ്ഞ ദേവസ്വം മന്ത്രിയുള്ള പാർട്ടിയാണിത്. വൈരുദ്ധ്യാത്മിക കമ്മികൾ ഇതായിപ്പോൾ ശരണം വിളിച്ച് കെട്ടുനിറയ്ക്കുന്നു. ഭക്തരെപ്പറ്റി നാടുനീള തെമ്മാടിത്തരം പറഞ്ഞു നടന്ന PK ശ്രീമതിയും അയ്യപ്പൻ്റെ കല്യാണത്തിന് ഉപ്പ് വിളമ്പിയ പൂമരൻ സ്വരാജും കറുത്ത മുണ്ടുടുത്ത് അരക്കച്ച കെട്ടി ഒരു മലകയറ്റമുണ്ട്. കോടിയേരി ഒരു വിസിലടിച്ചാൽ SFI-ക്കാർ പെൺപിള്ളേര് വന്ന് മല കയറുമെന്ന് പരിഹസിച്ച ആലപ്പുഴക്കാരൻ ആരിഫും വരണേ വിശ്വാസി സംഗമത്തിന്. അയ്യപ്പൻ്റെ ജനനത്തെ പരിഹസിച്ചതിന് ചാണകവെള്ളത്തിൽ കുളിക്കേണ്ടി വന്ന പ്രിയനന്ദനും വരണം. അല്ല പിണറായി, അന്നുണ്ടാക്കിയ നവോത്ഥാന മതിൽ ഇപ്പോഴുമുണ്ടോ അതോ വിള്ളൽ വീണോ? എന്തിനാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഗോവിന്ദനൊക്കെ പറയുന്ന വിശദീകരണമാണ് രസകരം. ലോകതലത്തിൽ അയ്യപ്പന് പ്രചാരം കൊടുക്കുക. ഇനിയിപ്പോൾ കമ്മ്യൂണിസത്തിന് വലിയ പ്രചാരം കൊടുത്തിട്ട് കാര്യമില്ല എന്ന് ഗോവിന്ദനും അറിയാം. തത്വമസി സന്ദേശം നാടാകെ പ്രചരിപ്പിക്കാനാണത്രേ ഈ അയ്യപ്പ സംഗമം. ആഗോളതലത്തിലുള്ള പരിപാടികളല്ലാതെ പിണറായി വിജയൻ്റെ ചിന്തയിൽ വിരിയില്ല. അയോധ്യയിൽ പ്രതിഷ്ഠ നടത്താൻ പോയ നരേന്ദ്രമോദിയെപ്പറ്റി പറയാത്തതൊന്നുമില്ല. പ്രധാനമന്ത്രിയുടെ പണിയാണോ വിഗ്രഹപ്രതിഷ്ഠ എന്ന് ചോദിച്ച മുതലുകളാണിപ്പോൾ വിശ്വാസികളെ വിളിച്ചുകൂട്ടി അയ്യപ്പന് പ്രചാരം കൊടുക്കാൻ പോകുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് അദാനി അവർ പാർട്ണർ എന്നായിരുന്നു വാസവൻ അന്ന് പറഞ്ഞത്. അത് കേട്ട് നരേന്ദ്രമോദി തലയറിഞ്ഞ് ചിരിച്ചിട്ടാണ് പോയത്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രി പറയുന്നത് കേട്ടോ, ഒരു ലോക ബൂർഷ്വ ഞങ്ങളുടെ പാർട്ണറാണെന്ന്. വാസവൻ ഇതാ വീണ്ടും പറയുന്നു അയ്യപ്പൻ അവർ പാർട്ണർ. അത് കേട്ട് നരേന്ദ്രമോദി പിന്നെയും പൊട്ടിച്ചിരിച്ചേക്കും. വിപ്ലവം വലുതായി ഉലക്കയെടുത്ത് കോണകം ചുറ്റുന്ന അവസ്ഥയിലായിപ്പോയല്ലോ ദൈവമേ. പാർട്ടിയെ പേടിച്ച് വീട്ടിൽ അന്ത്യത്തിരി കത്തിക്കാൻ മടിച്ച നാട്ടിലെ അടിമക്കമ്മികൾ കണ്ടോ പാർട്ടി അയ്യപ്പൻ വിളക്ക് നടത്താൻ പോകുന്നു. ഇപ്പോൾ ബിന്ദു അമ്മിണിയെ കാണുമ്പോൾ വാസവനും വിപ്ലവകാരികൾക്കുമെല്ലാം അറപ്പാണ്. ഞാനൊന്ന് വന്നോട്ടെ അയ്യപ്പ സംഗമത്തിനെന്ന് ചോദിച്ചപ്പോൾ വാസവൻ പറഞ്ഞത് ഇത് അവർക്കുള്ള പരിപാടിയല്ല, വിശ്വാസികൾക്ക് വേണ്ടിയാണ് എന്നായിരുന്നു. അപ്പോൾ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന പിണറായി വിജയൻ വിശ്വാസിയാണോ സഖാവേ? സാക്ഷാൽ പൊന്നമ്പലവാസൻ മലയുടെ മുകളിലിരുന്ന് അമ്പലവാസവൻ്റെ കുണിഷ്ടുകൾ കണ്ട് ചിരിക്കുന്നുണ്ടാകുമോ? 9 വർഷം ഇവിടെ ആഞ്ഞു പണിഞ്ഞിട്ടും ഇതുവരെ തോന്നാത്ത ദൈവവിശ്വാസവും അയ്യപ്പ സ്നേഹവും ഇപ്പോഴെങ്ങനെ വന്നു ഈ പാർട്ടിക്ക്? ഇനി ഏതാണ്ട് 7-8 മാസങ്ങൾ മാത്രമേ ഉള്ളൂ കാലാവധി തീരാൻ. ഹിന്ദു വിശ്വാസത്തിന് ആപ്പടിക്കാൻ നടന്നവന്മാർ ഇപ്പോൾ ഹൈന്ദവരെ വാരി പുണരുകയാണ്. വിശ്വാസികൾക്കായി അവരിപ്പോൾ എന്തും ചെയ്യും. വാവരുസ്വാമി നടയിൽ നിന്ന് കുരുമുളകും കൽക്കണ്ടവും പ്രസാദമായി വാങ്ങിക്കഴിച്ച പിണറായി വിജയൻ അയ്യപ്പനെ അന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. കാരണഭൂതൻ്റെ കാലക്കേടും ശനിദോഷവും അകലണമെങ്കിൽ അയ്യപ്പ സേവയെ രക്ഷയുള്ളൂവെന്ന് ഏതോ കണിയാൻ ചാർത്തു കുറിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ പരിഹാരമായി അത് ചെയ്യുന്നുവെന്ന് മാത്രം. ഈ വിഷയത്തിൽ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന കമ്മിച്ചാവേറുകൾ കിടന്നങ്ങ് മൂങ്ങുകയാണ്. പിണറായി കാണിക്കുന്നതിനെല്ലാം ഈ അടിമകളാണല്ലോ മറുപടി പറയേണ്ടത്. പേരിലെ പ്രകാശം തലയ്ക്കകത്തില്ലാത്ത പ്രകാശൻ മാസ്റ്റർ എന്നൊരു സഖാവ് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് നാണം കെടുന്നത് കണ്ടു. സ്മൃതി പരുത്തിക്കാട് ചോദിച്ചു, തലവഴി മുണ്ടിട്ട് അമ്പലത്തിൽ പോയിരുന്നവർ ഇനി ധൈര്യമായി തൊഴാൻ പോകുമോ? ആ തലയിൽ മുണ്ടിടൽ പ്രയോഗം പ്രകാശനങ്ങ് നാണക്കേടായിപ്പോയി.
എന്നോടിത്തരം വർത്തമാനങ്ങൾ പറയരുതെന്നായി അദ്ദേഹത്തിൻ്റെ മറുപടി. അതിൽ പിടിച്ചങ്ങ് കയറുകയായി പ്രകാശൻ്റെ സംവാദം. തലയിൽ തുണിയിടുമ്പോൾ അരയിൽ തുണി കാണില്ല എന്ന അർത്ഥമാണ് പ്രകാശൻ അതിന് കൽപ്പിച്ചത്. ഒടുവിൽ ഞാനും അമ്പലത്തിൽ പോകുമെന്ന് സമ്മതിച്ചു പ്രകാശൻ. നാളെ ഏതെങ്കിലും പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ നിന്ന് മനമുരുകി പ്രകാശൻ പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ ആരും പരിഹസിച്ചേക്കരുത്. എൻ്റെ പൊന്നയ്യപ്പ, ഈ പിണറായി വിജയനെ കൊണ്ട് തോറ്റു ഞങ്ങൾ. മൈലെണ്ണയിട്ട് വഴക്കമുള്ള ശരീരം കൊണ്ട് പിണറായി വിജയൻ എങ്ങോട്ട് വളഞ്ഞാലും അതിനൊപ്പം വളയുന്നൊരു പാർട്ടിയും സർക്കാരുമാണല്ലോ ഇതെന്നോർത്ത് അത്ഭുതം തോന്നും. കപടമാം സ്വാർത്ഥത്തിൻ്റെ തലവേദനയ്ക്കാണ് നീ പുലിപ്പാല് തേടിപ്പോയതെങ്കിൽ കപട കമ്മ്യൂണിസവുമായി പിണറായി എവിടെയും കയറി ചെല്ലും. പുലിപ്പുറത്തല്ല കാണ്ടാമൃഗത്തിൻ്റെ പുറത്ത് കയറും, ആനപ്പുറത്ത് കയറി തിടം പെടുക്കും. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടി സംഘത്തെ പോലെയാണ് ഇവരിപ്പോൾ. കാണുന്നവർക്ക് തോന്നും ഇവർ ഉത്സവം കൂടാൻ വന്നതാണെന്ന്. കണ്ണു തെറ്റിയാൽ കീശ കീറിക്കൊണ്ട് ഓടുകയും ചെയ്യും. ഒന്നും കാണാതെ ബാപ്പ പള്ളിയിൽ പോകില്ല എന്ന് പറയും പോലെ ഒന്നും കാണാതെ പിണറായി ഈ സംഗമത്തിന് തുനിയില്ല. അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന പിണറായി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഉറക്ക ശരണം വിളിച്ചാൽ ഞങ്ങളും കൂടാമെന്ന് പറയാനുള്ള ഫലിതബോധമെങ്കിലും ഈ BJP-ക്കാരും കോൺഗ്രസ്സുകാരും കാണിക്കണമായിരുന്നു. അതിനുശേഷം കമലേട്ടത്തിയെയും കൊച്ചുമകനെയും കൂട്ടി പിണറായി മല കയറട്ടെ. അങ്ങോട്ട് 56 വാഹനങ്ങൾ അകമ്പടി പോകാൻ സൗകര്യമില്ല. അതുകൊണ്ട് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തോട്ടെ. ഇതിനൊന്നും കഴിയില്ലെങ്കിൽ പിണറായി സാറേ, മൊട്ടത്തലയും കുടുമയും കൂട്ടിക്കെട്ടാൻ വെറുതെ നിങ്ങൾ ശ്രമിക്കരുത്.